ഹായ്, വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്ന PCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂണിറ്റ് 5 ആയിട്ടുള്ള ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. എന്താണ് ഡിബെഞ്ചർ? കമ്പനി ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് മാർഗ്ഗമാണ് സ്വീകരിക്കുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടും ഡിബെഞ്ചറിലൂടെയാണ്. അപ്പം എന്താണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്? ഡിബെഞ്ചർ എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എക്കനോളജിങ് കമ്പനി ഡെപ്റ്റ് ടു ഹോൾഡർ ഓഫ്റ്റൻ സെക്യൂർഡ് അഗെയിൻസ്റ്റ് ഇറ്റ് അസറ്റ്സ്. ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് കമ്പനിയുടെ അസറ്റ്സുമായിട്ട് സെക്യൂർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക മോസ്റ്റ്ലി. അപ്പം കീ ഫീച്ചേഴ്സ് ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഇഷ്യൂഡ് ആസ് എ സർട്ടിഫിക്കറ്റ് അണ്ടർ കമ്പനീസ് കോമൺ സീൽ. കമ്പനിയുടെ കോമൺ സീൽ വഴി ഇഷ്യൂ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അക്നോളജ് കമ്പനീസ് ഡെപ്റ്റ് ടു ഹോൾഡറിനായിട്ട് കമ്പനിയുടെ കടബാധ്യത എത്രയാണെന്നതിൽ കാണിച്ചിട്ടുണ്ടാകും. സ്പെസിഫൈ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ അറ്റ് ഫിക്സ്ഡ് ഡേറ്റ്. അതുപോലെ അക്സെപ്റ്റ് ഇറീഡീമബിൾ ഡിബെഞ്ചർ ഒഴികെ ബാക്കിയെല്ലാ ഡിബെഞ്ചറിൻ്റെയും എന്താണ് പേയ്മെൻറ്റ് ഫിക്സ്ഡ് ഡേറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ പേ ഇൻട്രസ്റ്റ് അറ്റ് ഫിക്സ്ഡ് ഇൻ്റർവെൽസ്, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തും ഇൻട്രസ്റ്റ് നൽകും. ഓഫ്റ്റൻ സെക്യൂർഡ് അഗെയിൻസ്റ്റ് കമ്പനീസിൻ്റെ അസറ്റുമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സെക്യൂർഡ് ചെയ്തിട്ടുണ്ടാവും. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഷെയർ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓണർഷിപ്പാണ്. കമ്പനിയുടെ മുകളിൽ ഓണർഷിപ്പാണ് ഷെയർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിബെഞ്ചർ എന്താണ്? ലോൺ അഥവാ കടം. ഹോൾഡേഴ്സിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ എന്താണ്? കമ്പനിയിൽ മെമ്പറാണ്. എന്നാൽ ഡിബെഞ്ചർ എന്താണ്? ക്രെഡിറ്ററാണ്. കൺട്രോൾ റേറ്റ്, ഷെയർ ഹോൾഡറിന് എന്തുണ്ട്? വോട്ടിംഗ് റൈറ്റും മീറ്റിങ്ങിൽ പങ്കെടുക്കാനൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ട്. എന്നാൽ ഡിബെഞ്ചർ ഹോൾഡറിന് ഒരു കൺട്രോളും ഇല്ല. റിട്ടേൺ, ഡിവിഡൻറ്റ്, പ്രോഫിറ്റ് ബേസ്ഡ് ഡിവിഡൻസ് ഷെയർ ഹോൾഡറിന് കിട്ടും. ഡിബെഞ്ചറിന് എന്തായിരിക്കും കിട്ടുക? ഡിബെഞ്ചർ ഹോൾഡറിന് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ലഭിക്കും. റീപേയ്മെൻറ്റ് നോട്ട് റീപെയ്ഡ് ആഫ്റ്റർ ഫിക്സ്ഡ് പീരീഡിന് ശേഷം എന്ത് ചെയ്യും? ഈ കടം വാങ്ങിയ പൈസ എന്ത് ചെയ്യും? തിരിച്ചു നൽകും. പ്രയോറിറ്റി ഇൻ ലിക്വിഡേഷൻ, ഷെയർ ഹോൾഡറിന് ലാസ്റ്റ് റിസീവ് പേയ്മെൻറ്റ്. കമ്പനി ലിക്വിഡേഷൻ സമയത്ത് ഏറ്റവും ആദ്യം കൊടുത്തു തീർക്കുക കടബാധ്യതകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡർക്ക് നൽകുന്നതിന് മുമ്പ് തന്നെ ഡിബെഞ്ചർ ഹോൾഡറിന് പേയ്മെൻറ്റ് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? ഷെയർ ഹോൾഡറിന് പേയ്മെൻറ്റ് ലഭിക്കുക. ഇനി ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് നോക്കാം. ഡിബെഞ്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ബേസ്ഡ് ഓൺ റിഡംഷനിൽ റിഡീമബിൾ ഡിബെഞ്ചറുണ്ട്, ഇറീഡീമബിൾ ഡിബെഞ്ചറുണ്ട്. റിഡീമബിൾ ഡിബെഞ്ചർ പെയ്ഡ് ഓൺ ഫിക്സ്ഡ് ഡേറ്റ്. ഇറീഡീമബിൾ ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ നോ ഫിക്സ്ഡ് റീപേയ്മെൻറ്റ് ഡേറ്റ്, പെയ്ഡ് ഓൺലി ഓൺ ലിക്വിഡേഷൻ. ഇറീഡീമബിൾ ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫിക്സ്ഡ് പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല, നോ ഫിക്സ്ഡ് റീപേയ്മെൻറ്റ് ഡേറ്റ് ഉണ്ടാവില്ല. കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്തായിരിക്കും അത് പേയ്മെൻറ്റ് ചെയ്യുക. എന്നാൽ റിഡീമബിൾ ഡിബെഞ്ചറിന് എന്തൊരു ഫിക്സ്ഡ് ഡേറ്റ് ഉണ്ട്, അതിനകത്ത് എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബേസ്ഡ് ഓൺ രജിസ്ട്രേഷൻ ആണെങ്കിൽ രജിസ്റ്റേർഡ് ഡിബെഞ്ചർ, ബിയറർ ഡിബെഞ്ചർ. രജിസ്റ്റേർഡ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോൾഡേഴ്സ് നെയിം റെക്കോർഡഡ് ട്രാൻസ്ഫർഡ് വിയ ഡീഡ്. അതുപോലെ ബിയറർ ഡിബെഞ്ചർ ആണെങ്കിൽ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി. ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്, അൺസെക്യൂർഡ് ഡിബെഞ്ചർ ഉണ്ട്. സെക്യൂർഡ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഡ് ബൈ അസറ്റ്, ഫിക്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ചാർജ്. നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് ആയിട്ട് സെക്യൂർ ചെയ്തിട്ടുള്ള ഡിബെഞ്ചർ ആയിരിക്കും. അൺസെക്യൂർഡ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഒന്നും അതിന് നൽകിയിട്ടുണ്ടാവില്ല. ഇഷ്യൂഡ് ഓൺലി ബൈ ഫിനാൻഷ്യൽ സ്ട്രോങ് കമ്പനീസ്. ഇതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ് ഇത്തരത്തിലുള്ള ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ കൺവേർട്ടബിലിറ്റി, കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ക്യാൻ എക്സ്ചേഞ്ച് ഫോർ ഷെയർസ്. നമുക്ക് ഡിബെഞ്ചർ എന്ത് ചെയ്യാം? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിൽ ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചറുണ്ട്, പാർഷ്യലി കൺവേർട്ടബിൾ ഡിബെഞ്ചറുണ്ട്, നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചറുണ്ട്. ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചർ അഥവാ FCDs എൻറ്റയർ എമൗണ്ട് കൺവേർട്ടബിൾ ടു ഷെയർ. എല്ലാ എമൗണ്ടും എൻറ്റയർ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പാർഷ്യലി കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ ഓൺലി പാർട്ടീസ് കൺവേർട്ടബിൾ ടു ഷെയർ. അതിലൊരു പകുതി ഭാഗം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇൻ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ മൾട്ടിപ്പിൾ വേസ്. പലതരത്തിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിന് പകരം ചില കൺസിഡറേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡിബെഞ്ചർ നൽകും. നമ്മൾ ഷെയർ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു അസറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസോ വേണ്ടി സർവീസസിനോ അതിന് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ കമ്പനിയുള്ള ഷെയർ നൽകുന്ന പോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിബെഞ്ചർ നൽകാം. ഒരു അസറ്റ്സ് വാങ്ങി അതിന് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബെഞ്ചർ നൽകുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജേണൽ എൻട്രി നോക്കാം. വെണ്ടർ അക്കൗണ്ട് ആക്ട് ടു ഡിബെഞ്ചർ അക്കൗണ്ട്. ബീങ് ഡിബെഞ്ചർ ഇഷ്യൂഡ് ഫോർ ദ പർച്ചേസ് ഓഫ് അസറ്റ്സ്. ഇനി ഇഷ്യൂ ഫോർ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ഡിബെഞ്ചർ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം? ഇഷ്യൂ അറ്റ് പാർ ആവാം. പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാല്യൂ
മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. പ്രീമിയത്തിനും കൊടുക്കാം, ഡിസ്കൗണ്ടിനും കൊടുക്കാം. അതുപോലെ പേയ്മെൻറ്റ്സ് മേ ബി ഇൻസ്റ്റാൾമെൻറ്റ്, പേയ്മെൻറ്റ് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലംസം ഒരുമിച്ച് തരുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്യൂ അറ്റ് പാർ നോക്കാം. ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂവിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇത് നമ്മൾ ഷെയറിൻ്റെ സെയിം നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോഴുള്ള സെയിം എൻട്രി ആണ് ഇവിടെ ഡിബഞ്ചർ അപ്ലിക്കേഷൻ വന്നേ ഉള്ളൂ. ഷെയർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു എന്താണ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് വരും. അതിന് പകരം ഇവിടെ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് വന്നു. വ്യത്യാസമൊന്നുമില്ല, സെയിം എൻട്രി ആണ് ഇവിടെ ഡിബഞ്ചർ വരുന്നേ ഉള്ളൂ, മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പം ഇഷ്യൂ അറ്റ് പാറാകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ, നമ്മൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ആണ്. ഇനി ഇഷ്യൂ അറ്റ് പ്രീമിയം ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇനി ഡിസ്കൗണ്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. സിമ്പിളാണ് ഈ എൻട്രീസൊക്കെ. ഇനി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. കമ്പനീസ് റിഡീം ഡിബഞ്ചർ ഇൻ ഡിഫറെൻറ്റ് വേസ്. കമ്പനീസ് എന്ത് ചെയ്യും, അവരുടെ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് പല ഡിഫറെൻറ്റ് വേസിലാണ്. ഫസ്റ്റ് വൺ റിഡംഷൻ ഓൺ മെച്യൂരിറ്റി, പെയ്ഡ് ഓൺ ഫിക്സ്ഡ് ഡേറ്റ് ആസ് പെർ ദ എഗ്രിമെൻറ്റ്. മെച്യൂരിറ്റി ഡേറ്റിൽ അത് റിഡംഷൻ ചെയ്യുന്നതാണ്. അത് ഒരു ഫിക്സ്ഡ് ഡേറ്റായി ഉണ്ടാവും, എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന് ആ ഫിക്സ്ഡ് ഡേറ്റിലായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുക, എന്നിട്ടായിരിക്കും അത് റെഡീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് ബീങ് ഡിബഞ്ചർ റിഡീം ഓൺ മെച്യൂരിറ്റി. ഇനി റിഡംഷൻ ഇൻസ്റ്റാൾമെൻറ്റ്, പെയ്ഡ് ഇൻ പീരിയോഡിക് ഇൻസ്റ്റാൾമെൻറ്റ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്താണെന്ന് താഴോട്ട് പറയുന്നുണ്ട്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്താണെന്ന്, ഇൻസ്റ്റാൾമെൻറ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, റിഡംഷൻ ചെയ്യുന്നു. ഇനി റിഡംഷൻ ബൈ പർച്ചേസ് ഫ്രം മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എന്താണ് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നത്, ബൈ ബാക്ക് ചെയ്യുന്നത്. കമ്പനി ബൈ ബാക്ക് ഡിബഞ്ചർ ഫ്രം മാർക്കറ്റ് വെൻ ദെയർ പ്രൈസ് ഫോൾസ്. അതിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, ബൈ ബാക്ക് ചെയ്യും. അടുത്ത റിഡംഷൻ ബൈ കൺവേർഷൻ. ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ഇൻ ടു ഷെയർസ് ഇൻസ്റ്റെഡ് ഓഫ് റീപേയ്മെൻറ്റ് ഇൻ ക്യാഷ്. ഡിബഞ്ചൻസ് എന്ത് ചെയ്യും, പേയ്മെൻറ്റ് ക്യാഷായി പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, അതിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആക്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ബീയിങ് ഡിബഞ്ചർ കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയറും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്ത്. നെക്സ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ കമ്പനി ഇഷ്യൂസ് അറ്റ് ഫോളോയിങ് ഡിബഞ്ചേഴ്സ്, ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ. ഫേസ് വാല്യൂവിന് കൊടുത്ത ഡിബഞ്ചറാണ്. അപ്പം 500 ഡിബഞ്ചർ 5% ഇൻട്രസ്റ്റ് റേറ്റിലുള്ളത്. ഫേസ് വാല്യൂ റിഡംഷൻ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ പെർ ഡിബഞ്ചർ എത്രയാണ്, 1000 ആണ്. ടോട്ടൽ ഇഷ്യൂ എമൗണ്ട് 500 ഇൻറ്റു 1000, 5 lakh. ഇത് മാർക്കറ്റ് വാല്യൂവിൽ കൊടുത്ത ഡിബഞ്ചറാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം റിഡീമബിൾ അറ്റ് പാർ. പ്രീമിയത്തിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുകയും ഫേസ് വാല്യൂവിന് നമ്മൾ തിരിച്ച് ബൈ ബാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 1000 ഡിബഞ്ചേഴ്സാണ്, 6% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഫേസ് വാല്യൂ പെർ ഡിബഞ്ചർ എത്രയാണ്, 100 ആയിരുന്നു. ഇഷ്യൂ പ്രൈസ് എത്രയായിരുന്നു, 100 പ്ലസ് ₹10 റുപ്പീസ് പ്രീമിയം ആയത്. അപ്പോൾ 110 രൂപയ്ക്കാണ് ഒരു ഡിബഞ്ചർ നൽകിയത്. പക്ഷെ നമ്മളത് അപ്പോൾ ടോട്ടൽ ഇഷ്യൂ എമൗണ്ട് എത്രയാണ്, 1000 ഇൻറ്റു 110 = 1,10,000 ആണ് ഇതിൻ്റെ ഡിബഞ്ചറിൻ്റെ പ്രൈസ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് റിഡീമബിൾ അറ്റ് പാർ. ഡിസ്കൗണ്ടിന് ഡിബഞ്ചർ കൊടുത്തു, തിരിച്ച് നമ്മൾ ബൈ ബാക്ക് ചെയ്തത് എങ്ങനെയാണ്, ഫേസ് വാല്യൂവിനാണ്. അപ്പം 1500 ഡിബഞ്ചർ 7% ഇൻട്രസ്റ്റ് റേറ്റിലുള്ളത്. ഫേസ് വാല്യൂ പെർ ഡിബഞ്ചർ 200 ആണ്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് 200 മൈനസ് 20 റുപ്പീസ് എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 180ക്കാണ് ഒരു ഡിബഞ്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ എമൗണ്ട് എത്രയാണ്, 1,500 ഇൻറ്റു 18, 2,70,000 ആണ് ടോട്ടൽ ഇഷ്യൂ എമൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇഷ്യൂവൻസ് ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ റിഡീമബിൾ അറ്റ് പ്രീമിയം. ഫേസ് വാല്യൂവിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയും പ്രീമിയത്തിന് അത് ബൈ ബാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പം 2000 ഡിബഞ്ചേഴ്സ് 8% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഫേസ് വാല്യൂ വന്നിരിക്കുന്നത് 250, പക്ഷേ 10% പ്രീമിയം. അപ്പോൾ എത്രയാണ്, 250യുടെ 10% കാണാം. അപ്പം നമുക്ക് എത്ര കിട്ടും, 275 ആണ് ഒരു ഡിബഞ്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ എമൗണ്ട് എത്രയാണ്, 2000 ഇൻറ്റു 250 = 5 lakh.
കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അറ്റ് പാർ ആണ്, ഫേസ് വാല്യൂ തന്നെയാണ് നമ്മൾ കൊടുത്തപ്പോൾ അത് മാത്രമേ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടൂ. നമ്മൾക്ക് പ്രീമിയത്തിൽ കൊടുക്കുമ്പോൾ എത്രയായിരിക്കും വരിക എമൗണ്ട്? ഒന്നിന് ഒരു ഡിബഞ്ചറിൻ്റെ മുകളിൽ 275 രൂപയായിരിക്കും. അടുത്ത ഇഷ്യൂസ് ഓഫ് ഡിബഞ്ചർ അറ്റ് ഡിസ്കൗണ്ട് റിഡീമബിൾ അറ്റ് പ്രീമിയം. ഡിസ്കൗണ്ട് റേറ്റിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയും പ്രീമിയത്തിന് തിരിച്ച് വാങ്ങുകയും ചെയ്തു. അപ്പോൾ 2500 ഡിബഞ്ചർ 9% ഇൻട്രസ്റ്റ് റേറ്റിൽ, ഫേസ് വാല്യൂ പെർ ഡിബഞ്ചർ 500, ഇഷ്യൂ പ്രൈസ് എന്ന് പറയുമ്പോൾ 500 മൈനസ് 10% ഡിസ്കൗണ്ട്, അതിൻ്റെ 10% ഡിസ്കൗണ്ട് 450 രൂപ. അപ്പോൾ റിഡംഷൻ പ്രൈസ് എത്രയാണ്? 500 പ്ലസ് 10% പ്രീമിയം ഇസിക്കൽ ടു 550 ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ മുകളിൽ 550 രൂപ വെച്ചിട്ടാണ് റിഡീം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ എമൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ടിനാണ് കൊടുത്തത്, അപ്പോൾ 450 രൂപക്കാണ് ഒരു ഡിബഞ്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2500 × 450 എത്രയാണ്? 11,25,000 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് എ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട്, 5% ഡിബഞ്ചർ അക്കൗണ്ട്, 500 ഡിബഞ്ചർ നമ്മൾ കൊടുത്തു, ₹1000 ഈച്ച്. അപ്പം നമുക്ക് എത്ര ലഭിച്ചു? 5 lakh കിട്ടി. ഇനി ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു 6% ഡിബഞ്ചർ അക്കൗണ്ട്, 6% ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു 6% ഡിബഞ്ചർ അക്കൗണ്ട് ആക്റ്റഡ് ടു പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ എത്രയാണ്? 1,10,000 രൂപയാണ്. അതെങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വന്ന് മുകളിൽ പറഞ്ഞു. ബീയിങ് ഇഷ്യൂ ഓഫ് 1000 ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പ്രീമിയം redeemable at par. ഇനി ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ട് ആക്റ്റഡ് ടു 7% ഡിബഞ്ചർ അക്കൗണ്ട്. കാൽക്കുലേഷൻ മോൾ വന്നിട്ടുണ്ട്. എത്ര വരിക? 3 lakh ആണ്. ടോട്ടൽ 3 lakh ആണ്. ഡിസ്കൗണ്ട് വരുന്ന 30,000ഉം ബാങ്കിലേക്ക് വന്നിരിക്കുന്നത് 2,70,000 ആണ്. അപ്പം 1,500 ഡിബഞ്ചേഴ്സ് 200 രൂപയ്ക്ക് ഈച്ചായിട്ട് ഡിസ്കൗണ്ടിൽ കൊടുത്തു. എൻ്റെ കാൽക്കുലേഷൻ ഇവിടെ ഉണ്ട്. എത്രയാണ് കൊടുത്തത്? 180ക്കാണ് ഒരു ഡിബഞ്ചർ കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് 2,70,000. അടുത്തത് ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ആക്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു 8% ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു 8% ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഇവിടെ ലോസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഇവിടെ ഓപ്പണായി. അതിലേക്ക് ലോസ്, ഇതിന് വന്നിട്ട് ഡിഫറൻസ് ഇതിലേക്ക് പോയി. 2000 ഡിബഞ്ചേഴ്സ് 250 രൂപയ്ക്ക് വിറ്റു. പക്ഷെ തിരിച്ചു വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രീമിയത്തിനാണ് വാങ്ങിയത്. എക്സ്ട്രാ പൈസക്കാണ് തിരിച്ചെടുത്ത് ബൈബാക്ക് ചെയ്തത്. അപ്പം നമ്മൾക്കത് നഷ്ടമാണ്. അപ്പം ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് ഡിഫറൻ്റ് ആണ് ഈ ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് പോകുന്നത്. കാൽക്കുലേഷൻ എവിടെയുണ്ട്? അടുത്തത് ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ബാങ്ക് അക്കൗണ്ട് ആക്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു 9% ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു പ്രീമിയം റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. 2,500 ഡിബഞ്ചേഴ്സ് അറ്റ് 500 ഈച്ച് ഡിസ്കൗണ്ടിൽ കൊടുത്തു. നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുത്തിട്ട് പ്രീമിയത്തിന് തിരിച്ചു വാങ്ങി. അപ്പം നമുക്ക് എന്താണ്? നഷ്ടമാണ്. നമ്മൾ ആദ്യം 500 രൂപയിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ടിന് വിൽക്കുകയും പിന്നീട് ഇഷ്യൂ ചെയ്യുകയും പിന്നീട് നമ്മളത് പ്രീമിയത്തിനാണ് ബൈബാക്ക് ചെയ്തത്. അപ്പം നമ്മൾക്ക് നഷ്ടം വന്നു. അതിൻ്റെ ഡിഫറൻസ് ആണ് എവിടത്തേക്ക് പോകുന്നത്? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് പോകുന്നത്. അതെങ്ങനെയാണ് കാൽക്കുലേഷൻ വന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് റൈറ്റിംഗ് ഓഫ് ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ്. ദ ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് ബോത്ത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ആൻഡ് പ്രീമിയം ഓൺ റിഡംഷൻ. നമ്മൾ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ലോസുകൾ, ഒന്നെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതും നമ്മൾ തിരിച്ച് റിഡംഷൻ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിന് അത് വാങ്ങുകയും. അപ്പം നമുക്കവിടെ ലോസ് വരും. അതിനെന്തായിട്ടാണ് കണക്കാക്കുന്നത്?
ഫിക്ഷ്യസ് അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് അസറ്റ് സൈഡിലാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് അതിനെ കാണിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം, റിട്ടേൺ ഓഫ് ചെയ്യണം. ഒന്നുകിൽ ക്യാപിറ്റൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടോ അതിനെന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റൈറ്റിംഗ് ഓഫ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്ട് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ബീങ് ലോസ് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ റൈറ്റ് ഓഫ്. ഇതിൻ്റെ റിട്ടേൺ ഓഫ് ചെയ്യുകയാണ്. എങ്ങനെയാണ്, ഒന്നെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്ട് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. When a debenture are redeemed after fixed period, if the loss on issue of debenture 5,000 and the debenture are to be redeemed after 10 years, then the amount is written off every year will be. ഒരു ഫിക്സ്ഡ് പീരീഡിന് ശേഷമാണ് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ആ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും. അടുത്ത റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിബഞ്ചേഴ്സ് നമ്മൾക്ക് പൈസ റേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി. അതൊരു സ്പെസിഫിക് ഡേറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ തിരിച്ച് നൽകണം. നോർമലി ദ ടൈം ആൻഡ് മോഡ് ഓഫ് റീപേയ്മെൻറ്റ് ആർ ഇൻഡിക്കേറ്റ് ഇൻ ദ പ്രോസ്പെക്ട്സ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ബൈ ദ കമ്പനി പ്രോസ്പെക്ട്സ് ഇറക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പേയ്മെൻറ്റും മോഡ് ഓഫ് റീപേയ്മെൻറ്റും ടൈമൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പം ദ റീപേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഡിബഞ്ചേഴ്സ് കോൾഡ് റിഡംഷൻ. നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു, നമ്മൾ അതിന് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ്, റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അതിൽ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന ചില സെവറൽ വേസ് ബൈ വിച്ച് ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റിഡീംഡ്. ഒന്ന് റിഡംഷൻ ഓൺ മെച്യൂരിറ്റി നമ്മൾ മുകളിൽ പറഞ്ഞു, റിഡംഷൻ ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്, റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്, റിഡംഷൻ ബൈ കൺവേർഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റിഡംഷൻ ഓൺ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ ആർ ഇഷ്യൂഡ് ഫോർ ദ സ്പെസിഫിക് പീരീഡ് ആഫ്റ്റർ വിച്ച് ദി ആർ പെയ്ഡ് ബാക്ക് റിഡംഷൻ ക്യാൻ ബി അറ്റ് പാർ ഓർ പ്രീമിയം. നമ്മൾ ഡിബഞ്ചർ ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം ആ മെച്യൂരിറ്റി ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പേയ്മെൻറ്റ് പേ ബാക്ക് ചെയ്തിട്ട് നമ്മളത് റിഡംഷൻ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ ഫേസ് വാല്യൂവിനായിരിക്കും റിഡംഷൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രീമിയത്തിനായിരിക്കും. അപ്പം അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരിക, റിഡീംഡ് അറ്റ് പാറാണ്, ഫേസ് വാല്യൂവിനാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് ബീങ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അറ്റ് പാർ. വെൻ റിഡംഷൻ്റെ പ്രീമിയം ആണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് അക്കൗണ്ട് ബീങ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ജേണൽ എൻട്രി വരിക. എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് കമ്പനി ഇഷ്യൂഡ് 5 lakh വർത്ത് ഓഫ് 40% ഇൻട്രസ്റ്റ് ഉള്ള ഡിബഞ്ചേഴ്സ് റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് പ്രീമിയം 5%, ദ എൻട്രി വുഡ് ബി ഇങ്ങനെയായിരിക്കും. ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ആക്ട് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. എങ്ങനെയാണ്, 5 lakh വരും. അതിൽ ടോട്ടൽ നമ്മൾ പറഞ്ഞു 5 lakhൻ്റെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പ്രീമിയം റിഡംഷൻ എങ്ങനെയാണ് നമ്മൾ കാണുക, ഈ 5 lakhൻ്റെ 5% പ്രീമിയം പറഞ്ഞു. അപ്പോൾ 5 lakhൻ്റെ 5% കാണുമ്പം 25,000 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് എത്രയാണ് പോവുക, 5,25,000 ആണ് പോവുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞാൽ, കമ്പനി 5 lakh വർത്തുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയും 5 yearsന് ശേഷം അതെന്ത് ചെയ്യുന്നു, റിഡീം ചെയ്യാണ്, അതിൻ്റെ കൂടെ 5% പ്രീമിയം നൽകിക്കൊണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ. 5 lakhൻ്റെ 5% നമ്മൾ കാണണം. 5% ആണ് പ്രീമിയം എന്ന് പറയുമ്പോൾ പ്രീമിയം എത്രയാണ്, 5 lakhൻ്റെ 5% 25,000 ആണ്. അങ്ങനെയാണ് 5,25,000. ഇനി നമ്മളത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് 5,25,000. ഇനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അഥവാ DRR. ആസ് പെർ ദ കമ്പനി ലോ, കമ്പനി മസ്റ്റ് ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അഥവാ DRR by transferring amount from P&L account appropriation P&L appropriation account until it equals to total amount to be redeemed. ഇവിടെ പറയുന്നത് ഇതാണ്, നമ്മൾ റിഡംഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു DRR അഥവാ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്ങനെ,
എമൗണ്ട് ഫ്രം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിഡീമബിൾ അക്കൗണ്ടുമായിട്ട് ഇത് ഈക്വൽ ആവുകയും ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് എന്താണ് പ്രീമിയം എമൗണ്ട് ഉണ്ടാവും അതിനകത്ത്. അതുപോലെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന എന്താണ് കമ്പനിയുടെ ഉപയോഗിക്കാതെ എന്തെങ്കിലും പ്രോഫിറ്റ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏണിങ്സോ ഒക്കെ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷനിലാണ്. റിസർവ്സ് അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. റിമൈനിങ് എന്തെങ്കിലും പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുക ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ. അപ്പം അതിൽ നിന്ന് എമൗണ്ട് എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അതായത് DRR ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ക്രിയേഷൻ ഓഫ് DRR പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ കോണ്ടാക്ട് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ട്രാൻസ്ഫർ ഓഫ് DRR ടു ജനറൽ റിസർവ് ആഫ്റ്റർ റിഡംഷന് ശേഷം ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആക്ട് ടു ജനറൽ റിസർവ്. ഇനി സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sinking fund method is a systematic way to redeem debenture by accumulating specific amount over a time. നമ്മളൊരു സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഒരു എമൗണ്ട് മാറ്റി വെക്കും. ഒരുമിച്ച് കൊടുക്കുന്നതിന് പകരം എല്ലാ വർഷവും കുറച്ച് എമൗണ്ടായിട്ട് മാറ്റി വെക്കും. അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നവരെ എന്ത് ചെയ്യും? ഓരോ വർഷവും കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ട് ആ എമൗണ്ട് എന്ത് ചെയ്യും? അവർ ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സെക്യൂരിറ്റിയും അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടിയിട്ടായിരിക്കും മെച്യൂരിറ്റി ഡേറ്റ് എത്തുമ്പോൾ ഈ എന്ത് ചെയ്യുക? ഡിബഞ്ചർ ഹോൾഡറിന് റീപേയ്മെൻറ്റ് ചെയ്യുക. എന്നോട് പറയാം. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുമ്പം ഡിബഞ്ചർ തിരിച്ചു വാങ്ങുന്നതിന് റീപേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി വർഷത്തിലൊരു എമൗണ്ട് കുറച്ചായി മാറ്റി വയ്ക്കും. ആ എമൗണ്ട് ഒരു സെക്യൂരിറ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഇൻട്രസ്റ്റ് കൂടെ ലഭിക്കും. അപ്പം ആ രണ്ട് എമൗണ്ടും കൂടി ചേർത്തിട്ടായിരിക്കും റീപേയ്മെൻറ്റ് ടൈം ആകുമ്പോൾ ഡിബഞ്ചർ ഹോൾഡറിന് നൽകുക. അപ്പം അതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ നോക്കാം. ക്രിയേഷൻ ഓഫ് സിങ്കിങ് ഫണ്ട്. അപ്പം നമുക്ക് അത് ചെയ്യുന്നതിന് വേണ്ടി ഈ മെത്തേഡ് ഡിബഞ്ചർ റിഡംഷൻ ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം എ കമ്പനി സെറ്റ് അസൈഡ് ഫിക്സ്ഡ് എമൗണ്ട് ആനുവലി ഫ്രം പ്രോഫിറ്റ്. അവരെ പ്രോഫിറ്റിൽ നിന്ന് ആനുവലി ഒരു എമൗണ്ട് ഫിക്സ്ഡ് എമൗണ്ട് മാറ്റി വെക്കും. ഈ എമൗണ്ട് എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. ദ സിങ്കിങ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ സേഫ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ്. ഈ സിങ്കിങ് ഫണ്ട് എന്ത് ചെയ്യും? ഒരു ഇൻട്രസ്റ്റ് ലഭിക്കുന്ന എന്തെങ്കിലും സെക്യൂരിറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഈസ് റീഇൻവെസ്റ്റഡ് ഇൻ ടു സിങ്കിങ് ഫണ്ട്. ഈ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ടിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യും. അക്യുമുലേഷൻ ഓവർ ടൈം ബോത്ത് ആനുവൽ ഡെപ്പോസിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകം ബിൽഡ് അപ്പ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻട്രസ്റ്റ് നൽകിയതും അത് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വെച്ച എമൗണ്ടും കൂടി എന്ത് ചെയ്യും? ആനുവൽ ഡെപ്പോസിറ്റും കൂടി എന്ത് ചെയ്യും? ഒരുപാടായി നമുക്ക് കുറേ എന്ത് ചെയ്യും? ബിൽഡപ്പ് ചെയ്ത് വരും. പക്ഷേ ദ ടോട്ടൽ എമൗണ്ട് അറ്റ് മെച്യൂരിറ്റി ഷുഡ് ബി ഈക്വൽ ടു ദ ഡിബഞ്ചർ റീപേയ്മെൻറ്റ് വാല്യൂ. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ട് മെച്യൂരിറ്റി ടൈമിൽ വരുന്ന ഈ ടോട്ടൽ എമൗണ്ട് എന്തായിരിക്കണം എന്നുള്ള ഡിബഞ്ചർ റീപേയ്മെൻറ്റിൻ്റെ വാല്യൂ ആയിട്ട് ഈക്വൽ ആയിരിക്കണം. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിഡംഷൻ. വെൻ ഡിബഞ്ചർ മെച്യൂർ ദ കമ്പനി സെൽ ദ സെക്യൂരിറ്റീസ്. ഡിബഞ്ചർ എന്ത് ചെയ്യും? ഡിബഞ്ചറിന് മെച്യൂർ ഡേറ്റ് എത്തുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? ആ സെക്യൂരിറ്റീസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി എന്ത് ചെയ്യും? സെല് ചെയ്യും. ദ പ്രൊസീഡർ യൂസ് ടു റിഡീം ഡിബഞ്ചർ. ഈ പ്രൊസീഡർ എന്തിനാണ് ചെയ്യുന്നത്? ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിന്നെ ജേർണൽ എൻട്രി നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ സെറ്റിംഗ് അസൈഡ് എമൗണ്ട് മാറ്റി വെക്കുകയാണ്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് the amount is sinking fund investment account to bank account. At the end of subsequent year interest received on നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു. അപ്പം എന്ത് ചെയ്തു? അതിൻ്റെ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ടു സിങ്കിങ് ഫണ്ട്. ഈ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും? സെയിൽ ചെയ്യും.
നമ്മൾ ഡിബഞ്ചർ തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടി. അപ്പം ബാങ്ക് അക്കൗണ്ട് ആക്ട് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇഫ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആക്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ഈ ലോസ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആക്ട് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇനി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അപ്പോൾ എങ്ങനെയായിരിക്കും? ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക് അക്കൗണ്ട്, ട്രാൻസ്ഫർ ഓഫ് സിങ്കിങ് ഫണ്ട് ബാലൻസ് ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആക്ട് ടു ജനറൽ റിസർവ്. അതിനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിപ്പോയാൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ എൻട്രീസ് വരുന്നതെന്ന്. സിങ്കിങ് ഫണ്ട് മെത്തഡ് നമ്മളിവിടെ പറഞ്ഞു. എന്താണ് ഈ മെത്തേഡിൽ നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. സിങ്കിങ് ഫണ്ട് ടു റിഡീം ഡിബഞ്ചർ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യും. മറ്റുള്ള മെത്തേഡ് പോലെയല്ല. സിങ്കിങ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഏർണിംഗ് സെക്യൂരിറ്റീസ്. എന്ത് ചെയ്യും? ഈ ഫണ്ട് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഏർണിംഗ് സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ദ കമ്പനി മേ ടേക്ക് ആൻ ഇൻഷുറൻസ് പോളിസി ഫോർ ദ റിഡംഷൻ. ഈ റിഡംഷന് വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് പോളിസി എടുക്കാം. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് പേയിങ് പ്രീമിയം ടു ആൻ ഇൻഷുറൻസ് കമ്പനി and no interest is earned on the amount. Redemption installment. Sometimes debenture redemption occurs in installment as per the term of the issue. For example, a company may redeem fixed number of debentures each year. This can be done either out of profit or capital. ഇവിടെ പറയുന്നത് നമ്മൾക്ക് ഡിബഞ്ചർ എന്ത് ചെയ്യാം? നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? റിഡീം ചെയ്യാം. നമ്മൾ ഇഷ്യൂവിൻ്റെ ടൈമിൽ ടേംസിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഓരോ ഇയറിലും എന്ത് ചെയ്യാം? ഡിബഞ്ചർ നമുക്ക് റിഡംഷൻ ചെയ്യാം. അപ്പം എന്ത് ചെയ്യും? കമ്പനി മേ റിഡീം ഫിക്സ്ഡ് നമ്പർ ഓഫ് ഡിബഞ്ചർ ഈച്ച് ഇയർ. ഓരോ വർഷം ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് എന്ത് ചെയ്യും? ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യും. അതെങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ എൻട്രീസ് ഫോർ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റോ എല്ലാം ക്യാപിറ്റൽ വഴിയായിരിക്കും ഇത് എന്ത് ചെയ്യുക? റിഡംഷൻ ചെയ്യുക. അപ്പം പ്രോഫിറ്റ് വഴിയാണെങ്കിൽ വെൻ ദ എമൗണ്ട് ഈസ് ടേക്കൻ ഫ്രം പ്രോഫിറ്റ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആക്ട് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. വെൻ ദ ഡിബഞ്ചർ ആർ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക്. എൻട്രീസ് ഫോർ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ബാങ്ക്. അടുത്ത് റിഡംഷൻ ബൈ പർച്ചേസ് ഫ്രം ദ മാർക്കറ്റ്. എ കമ്പനി ക്യാൻ റിഡീം ഇറ്റ്സ് ഡിബഞ്ചർ ബൈ പർച്ചേസിംഗ് ദം ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് പ്രൊവൈഡ് ദ കമ്പനീസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അലോ ഫോർ ദിസ്. ദ റിഡംഷൻ പ്രൈസ് മേ അബവ് ഓർ ബിലോ ദ ഫേസ് വാല്യൂ റിസൾട്ടിങ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇവിടെ പറയുന്നത് കമ്പനി എന്ത് ചെയ്യും? നമ്മുടെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിലൂടെ പർച്ചേസ് ചെയ്യും. അതൊന്നെങ്കിൽ ഫേസ് വാല്യൂൻ്റെ മുകളിലോ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂൻ്റെ മുകളിലോ താഴെയോ മുകളിലോ ആയിരിക്കാം. അത് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ എൻട്രി എങ്ങനെയായിരിക്കും? ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് നോമിനൽ വാല്യൂ ടു ബാങ്ക് അക്കൗണ്ട് പ്രൈസ് പെയ്ഡ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിലാണ് ഈ ഒരു എൻട്രി വരുന്നത്. ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുക. ടു ബാങ്ക് അക്കൗണ്ട് പ്രൈസ് പെയ്ഡ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ അക്കൗണ്ട്. ഇൻ കേസ് ലോസ് ആണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് നോമിനൽ വാല്യൂ ലോസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ലോസ് എത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്? ടു ബാങ്ക് അക്കൗണ്ട് പ്രൈസ് പെയ്ഡ്. Any profit from redemption is transferred to capital reserve account and loss is written off against in any available capital reserves. പ്രോഫിറ്റ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? റിഡംഷനിലൂടെ എന്തെങ്കിലും പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലോസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്യാപിറ്റൽ റിസർവായിട്ട് അത് എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും. അടുത്ത് റിഡംഷൻ ബൈ കൺവേർഷൻ. ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റിഡീംഡ് ബൈ കൺവേർട്ടിംഗ് ദം ടു ഇൻറ്റു ന്യൂ ഡിബഞ്ചർ ഓർ ഷെയർ. നമുക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ റിഡീം ചെയ്യാം? ഒന്നെങ്കിൽ പുതിയ ഡിബഞ്ചറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടോ എന്ത് ചെയ്യാം? അതിനെ റിഡീം ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദ ടേം ഓഫ് ഇഷ്യൂ. ഫോർ കൺവേർഷൻ ഇൻറ്റു ന്യൂ ഡിബഞ്ചർ. പുതിയ ഡിബഞ്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ഡിബഞ്ചർ
debenture old account actor to debenture new account. For conversion into share, if convertible debenture ആണെന്നുണ്ടെങ്കിൽ അത് പുതിയ ഷെയറിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ when share are issued at par ആണെങ്കിൽ debenture account actor to equity share capital account. പിന്നെ when share are issued at premium, പ്രീമിയത്തിനാണ് ഷെയർ നൽകിയിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആക്ട് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഷെയർ പ്രീമിയം അക്കൗണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ എൻട്രി വരിക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻറ്റു ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റിയപ്പോഴുള്ള അജന്ത ലിമിറ്റഡ് ഇഷ്യൂഡ് 2000 ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ ₹200 ഈച്ച്. 25% ഓഫ് ഡിബഞ്ചർ ആർ കൺവേർട്ടഡ് ഇൻറ്റു ഇക്വിറ്റി ഷെയർ. അതിൽ 25% എന്ത് ചെയ്തു, ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്തു അറ്റ് ഓഫ് ₹10 ഈച്ച് അറ്റ് പ്രീമിയം. അതിൽ ₹10 പ്രീമിയം ആയിട്ടു അല്ല, ഷെയർ ഓഫ് ₹10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 15, പ്രീമിയം ₹15 ആഫ്റ്റർ 6 months, and the remaining balance is converted after 80 months. The entry such conversion are എങ്ങനെയായിരിക്കും എൻട്രി വരിക? June 30, 2020 25% എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് 1 lakh, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 40,000, ടു ഷെയർ പ്രീമിയം 60,000. ജൂൺ 30, 2021 പ്രീമിയം റിമൈനിങ് കൺവേർഷൻ നടന്നു. ബാക്കിയുള്ള ഷെയർ എന്ത് ചെയ്ത് കൺവേർട്ട് ചെയ്തു. അപ്പം ഡിബഞ്ചർ അക്കൗണ്ടിൽ എത്ര വരും? 3 lakh. ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,20,000, ടു ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് 1,80,000 ആണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ടാക്സിൽ തന്നെ നോക്കിയാൽ മതി. ഇത് നിങ്ങൾ തിയറി കൂടുതൽ നോക്കിയാൽ മതിയാവും. കാരണം ഇത് കുറച്ച് കൺഫ്യൂഷനാണ് ഈ സബ്ജക്റ്റിൻ്റെ പ്രോബ്ലം പേപ്പർ. തിയറി ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻ വരിക. അപ്പം തിയറിയിൽ ഫോക്കസ് ചെയ്ത് നല്ലോണം പഠിക്കുക.